നമുക്ക് മുതിര കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാവേ. അതിനായിട്ട് ഞാൻ രാവിലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. ഇപ്പോൾ നന്നായി കുതിർന്ന് ഞാൻ വാരി വെച്ച് വെള്ളം പോയതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. എന്നിട്ടൊരു കുക്കറിലേക്ക് മാറ്റി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. എന്നിട്ട് തോരൻ വയ്ക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടി ചതച്ച് 2 വറ്റൽ മുളകും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ആ കൊച്ചുള്ളിയും വെളുത്തുള്ളിയുടെ ചതയ്ക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. അതിലേക്ക് നമുക്കിനി പൊടികൾ ചേർക്കാം. കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നമുക്ക് ചെറുതായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര അതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളം വേണമെങ്കിൽ മാറ്റി വയ്ക്കാം കേട്ടോ. അതിൽ നിന്ന് നമുക്ക് മുതിര ചാറ് കറി ഉണ്ടാക്കാവേ, രസം പോലെ. മുതിര കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും 2-3 പച്ചമുളകും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. അരഞ്ഞു പോകരുത് കേട്ടോ. എന്നിട്ട് നന്നായി കുരുമുളക് പൊടി കൂടി ചേർത്ത് നമുക്ക് ഇളക്കി മാറ്റി വയ്ക്കാം. അപ്പോഴേക്ക് നമ്മുടെ തോരൻ റെഡിയാകുവേ. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണേ. വേഗമല്ലേ ഈ റെസിപ്പി റെഡിയാക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഫ്രൈ ചെയ്തതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. താങ്ക്